പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ വന്ന് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാട്ടെ. ഇനി സംസാരിക്കുന്നവരോട് പറയട്ടെ, ഒരു മാന്യതയൊക്കെ കാണിക്കുക. കാരണം നിങ്ങളുടെ നാവിലൂടെ സംസാരിക്കുന്നത് ആരാ? ഹോളി സ്പിരിറ്റ് ആണ്. ആ റെസ്പെക്റ്റ് കാണിക്കുക, ആ ബഹുമാനം കാണിക്കുക, ആ ഭയഭക്തി ഉണ്ടാകട്ടെ, ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. നിങ്ങൾ ആത്മാവിനെ വഹിക്കുന്നവരാണ്. നിങ്ങളുടെ ഉള്ളത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് സ്ഥിരതാമസമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ നാവിലൂടെ അവൻ സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്നവൻ കേൾക്കുന്നെങ്കിൽ, പുച്ഛിക്കുന്നെങ്കിൽ, അവൻ പുച്ഛിക്കുന്നത് നിങ്ങളുടെ അല്ല, നിങ്ങളുടെ നാവിലൂടെ സംസാരിക്കുന്നവനെയാണ്. നിങ്ങളുടെ നാവിലൂടെ ഒരു പ്രവചനം പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അത് ഏറ്റെടുക്കാതിരിക്കുന്നവൻ നിങ്ങളെയല്ല അവഗണിക്കുന്നത്, പരിശുദ്ധാത്മാവിനെയാണ് അവഗണിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ബുദ്ധിയിൽ പ്രാർത്ഥിക്കാതെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് എന്നെ ഒരു നാണയം കാണിക്കുന്നു. ഒരു നാണയം പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഒരു വാല്യുബിളായ ഒരു സമ്പത്തിനെ, നാണയത്തെ കാണിക്കുന്നു. ആർക്കൊക്കെയോ ഉള്ള ദൂതുകളാണ്. എന്താണ് നാണയം എന്ന് കേൾക്കുമ്പോഴേക്കും പ്രാർത്ഥന ചിലര് ശക്തമാക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താണ് നാണയത്തിന്റെ ദൂത്? നാണയത്തിന്റെ ദൂത് ഇതാണ് കാണിക്കുന്നത്. നാണയത്തിന്റെ ദൂത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഇതാണ്. പ്രൈസ് ദി ലോർഡ്. നാണയത്തിന്റെ ഒരു ഭാഗം രാജ്യങ്ങളെ കാണിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലെ നാണയത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സ്തംഭം കാണാം അല്ലേ? അതെന്തിനെ കാണിക്കുന്നതാ? രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ദൈവാത്മാവ് പറയുന്നു, രാജ്യത്തിനുള്ള ടാക്സ് കൊടുക്കുക. ടാക്സിൽ വെട്ടിപ്പ് നടത്താതിരിക്കുക. ടാക്സിൽ കള്ളത്തരം കാണിക്കാതിരിക്കുക. നിങ്ങൾ ആരെങ്കിലും ടാക്സ് കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ ഒരു ഇമെയിൽ അയക്കുമോ? എൻ്റെ മോളുടെ കല്യാണമൊക്കെയാണ്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുകൊണ്ട് ഈ പ്രാവശ്യത്തെ ടാക്സ് കുറച്ച് കയറണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആരെങ്കിലും പറയോ? അങ്ങനെ പറയോ? ഒരു ഹല്ലേലൂയ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അഥവാ നിങ്ങളങ്ങനെ പറഞ്ഞാൽ ചെയ്തു തരുമോ? വേറെ ആൾ പറയാണ്, ഞാനൊരു പറമ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം ടാക്സ് തരാൻ പറ്റില്ല, എനിക്ക് ആ പറമ്പിൻ്റെ എഴുതിക്കാൻ പോകണം, അതിന് കുറച്ച് ചിലവുണ്ട്, അതുകൊണ്ട് ആ ടാക്സും കൂടെ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? എഴുതിക്കാൻ പോവുക. വേറെ ആൾ പറയാണ്, ഹല്ലേലൂയ, മോള് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ കടം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ടാക്സ് തരാൻ പറ്റില്ല. ഒരിക്കൽ യേശുവിന്റെ മുമ്പിൽ ഒരു നാണയം എത്തിയല്ലേ? വ്യാഖ്യാനമാണേ. യേശു പറഞ്ഞു, സീസറിനുള്ളത് സീസറിന്. നിർത്തിയോ? ഇപ്പറ എന്നാ ഉള്ളത്? ദൈവത്തിനുള്ളത് ദൈവത്തിന്. നിങ്ങൾ സീസറിനോട് എനിക്ക് കുറച്ച് ചെലവുണ്ട്, അതുകൊണ്ട് തരികയല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ദൈവത്തോട് നിങ്ങൾ എങ്ങനെ പറയും? എനിക്കൊരു സ്ഥലം മേടിക്കാനുണ്ട്, ഈ പ്രാവശ്യം ഞാൻ ഓഹരി തരില്ല എന്നെങ്ങനെ പറയും? എനിക്ക് വണ്ടി മേടിക്കാനുണ്ട്, എന്റെ മോൾക്ക് വേണ്ടി ചില കാര്യം ചെയ്യാനുണ്ട്, ദൈവത്തിനുള്ളത് നിങ്ങൾ ദൈവത്തിന് കൊടുപ്പേൻ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പ്രവചനാത്മാവിൽ പറയുന്നതിനെ തുച്ഛീകരിക്കാതിരിക്കുക. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എത്ര മനോഹരമായിട്ടാ ദൈവം ആ നാണയത്തിന്റെ ദർശനത്തെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ.
സീസണുള്ളത് സീസണും. നിങ്ങൾ എത്ര പേര് ദൈവത്തോട് ഇങ്ങനത്തെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്? കർത്താവേ, ആശുപത്രി ചെലവൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ സാലറി മുഴുവൻ ഞാൻ എടുക്കുകയാണ്. ഹല്ലേലൂയ. നോ, ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന്റെ വിഹിതത്തിൽ നിങ്ങൾ കൈവെക്കരുത്. അത് നിങ്ങൾക്ക് നന്നല്ല. ഏതെങ്കിലും പ്രവാചകർ നിങ്ങളോട് എന്തെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടരുത്. ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വിക്കി വിക്കി പറയുന്ന ആത്മാവ്, വിക്കി വിക്കി ജനങ്ങളുടെ വായിലൂടെ പറയുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അതിന് മഹത്വത്തിൻ ഭാഷ എന്നൊരു പേര് കൂടിയുണ്ട്. എല്ലാവരും പറഞ്ഞ് എന്താണ്? മഹത്വത്തിൻ ഭാഷ. ഹല്ലേലൂയ. അവൻ സംസാരിക്കുന്ന ഈ ഭാഷ മഹത്വത്തിൻ ഭാഷയാണ്. പരിശുദ്ധാത്മാവ് മഹത്വത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. പരിശുദ്ധാത്മാവ് തൻ്റെ തേജസ്സിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. ഹല്ലേലൂയ. അപ്പൊ അന്യഭാഷ നിങ്ങളുടെ നാവിലൂടെ സംസാരിക്കുമ്പോൾ ഒരു മഹത്വം അവിടെ വെളിപ്പെടുന്നുണ്ട്. എത്രയൊക്കെ മനസ്സിലായി ഞാൻ ഈ പറയുന്നത്? നിങ്ങൾ സാധാരണ ഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയാണ് അവിടെ വെളിപ്പെടുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ നിറയുകയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയാൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓരോ മുറി കട, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ വീടിന് ചുറ്റും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം എവിടെയെല്ലാം സംസാരിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. അബ്രഹാം ദൈവത്തിന്റെ മഹത്വം കണ്ടു. മോശ ഹൊരേബ് മലയിൽ വെച്ച് ആ മുൾച്ചെടിയിൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം ഇടിമുഴക്കം പോലെ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അല്ലെ? സീനായി മലയിൽ അവന്റെ മഹത്വം ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരോട് സംസാരിച്ചത് തന്റെ മഹത്വത്തിൽ നിന്നാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ജനത്തോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. ഇസ്രായേലിയർ സീനാൻ മലയിൽ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു. ദൈവശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങി. ദൈവത്തിന്റെ മഹത്വത്തിൽ ശബ്ദം കേട്ടപ്പോ അന്നുണ്ടായിരുന്ന ഇസ്രായേലിയർ പറഞ്ഞു, ഞങ്ങളോട് നീ ഇനി സംസാരിക്കരുതേ, ഞങ്ങൾ മരിച്ചു പോകും ഈ ശബ്ദം കേട്ടാൽ. പരിശുദ്ധാത്മാവിന്റെ മുഴുവാളത്വത്തോടും കൂടെ നിങ്ങളുടെ നാവിന്ന് സംസാരിക്കപ്പെട്ടാൽ മരിച്ചു വീഴും. പത്രോസ് മുഴുവാളത്വത്തോടുകൂടെ ഒരിക്കൽ അനന്യാസിനെ നോക്കി സംസാരിച്ചു, സഫീറയെ നോക്കി സംസാരിച്ചു. ആ വാക്ക് കേട്ട ക്ഷണം എന്തായി? വീണ് മരിച്ചുപോയി. ഇസ്രായേലിയർ നിലവിളിച്ചു. നിങ്ങളുടെ നാവിലൂടെ ശത്രുവിനെ കൊല്ലുന്ന, ശത്രുവിനെ ചതറിപ്പിക്കുന്ന ഭാഷ നിങ്ങളുടെ വായിലൂടെ ഈ പുതുനിയമ കാലഘട്ടത്തിൽ പുറപ്പെടുകയാണ്. ഏത് ശത്രുവാണ്? പൈശാചിക ശക്തികൾ. ഹല്ലേലൂയ. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കൾ ചതറും, പൈശാചിക അരൂപികൾ വെളിപ്പെടും. ഹല്ലേലൂയ. ചിലപ്പോൾ ചിലർ കോപത്തോടെ വരും, പക്ഷെ അവർക്ക് നിങ്ങളെ തൊടാൻ പറ്റില്ല. ഹല്ലേലൂയ. ഈ മഹത്വമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ ഒരു പുൽക്കൂട്ടിൽ ഒരു ശിശുവായി ജനിച്ചത്. ആ തേജസ്സിനെ അവർ കണ്ടു, ആ മഹത്വത്തെ അവർ കണ്ടു. ഹല്ലേലൂയ. ഈ ദൈവ മഹത്വത്തെ യഹൂദർ കുരിശിൽ തറച്ചു. 1 കൊരിന്ത്യർ 2:8 പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. ആ മഹത്വത്തെ, ആ തേജസ്സിനെ അവർ ക്രൂശിച്ചു.
യേശുവിലുണ്ടായിരുന്ന മഹത്വം മരണത്തിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. യേശുവിന്റെ മേലുണ്ടായിരുന്ന ഈ ആത്മാവാകുന്ന മഹത്വം മരണത്തിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ആത്മാവ് നിങ്ങളുടെ മരണത്തിന്റെ ശക്തികളിൽ നിന്നും നിങ്ങൾ ഉയർപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആത്മീയമായി മരിച്ചതുപോലെ, ആത്മീയമായി വളരാൻ കഴിയാത്തതുപോലെ, ആത്മീയമായി ഉണർവില്ലാത്തതുപോലെ ഇരിക്കുന്നവരെ ഉയർപ്പിക്കുന്ന, ഉണർത്തുന്ന ശക്തിയാണ് മഹത്വത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ഈ മഹത്വ ശക്തി അവനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. സ്വർഗീയ സിംഹാസനത്തിൽ രാജാവായി വാഴിച്ചു. ഈ മഹത്വത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ രാജാക്കന്മാരായിരിക്കും. ഈ മഹത്വ ശക്തിയാൽ നിങ്ങൾ നയിക്കപ്പെട്ടാൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നതാണ് കൽപ്പന. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. നിങ്ങളെ രാജാക്കന്മാരാക്കി തീർത്തിരിക്കുകയാണ്. നിങ്ങളെ പുരോഹിത ഗണങ്ങളാക്കി തീർത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കാനുള്ള പുരോഹിത, ദൈവത്തിന്റെ ആലോചന ഹിതം അറിയുന്ന പുരോഹിതൻ, ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കുന്ന പുരോഹിതൻ, ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന രാജകീയ അധികാരം. ഹല്ലേലൂയ. പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. അത് വെളിപ്പെടുന്നു വെളിപ്പെടുന്നു. ആരാധിച്ചോ ആരാധിച്ചോ. ഓ ഫയർ. കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. ജ്വലിക്കട്ടെ. ഓ ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കട്ടെ, അധികാരികൾ എഴുന്നേൽക്കട്ടെ. ആരാധന 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 ആരാധന. അതേ മഹത്വത്തിന്റെ ആത്മാവാണ് പെന്തക്കോസ്ത് നാളിൽ തീജ്വാലയായി ശഖറലബ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളായി ഹല്ലേലൂയ ശിഷ്യരുടെ മേൽ ആവസിച്ചത്. അറിയുക, സ്വർഗത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വന്ന് 120 നാവുകളായി പിരിഞ്ഞു. കഴിഞ്ഞ സൺഡേ പ്രൈസ് പറഞ്ഞില്ലേ, അത് ഒന്നിൽ നിന്ന് 120 ഭാഗമായി വേർപിരിഞ്ഞു. എന്താ അർത്ഥമാക്കുന്നറിയാമോ? ആരുടെ മേലെല്ലാം വന്നോ അതെല്ലാം പരിശുദ്ധാത്മാവ് ഒന്നായിരുന്നു, ഒന്നിപ്പിക്കാനുള്ളതായിരുന്നു, വിഭജിക്കാനുള്ളതല്ല, ചേർത്ത് നിർത്താനുള്ളതാണ്. എന്നാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലര് ആത്മാവിൽ ചേർന്ന് നിന്ന് കഴിയുമ്പോൾ അവർക്ക് തോന്നും അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവൻ വിധേയപ്പെടാതെ, അവൾ വിധേയപ്പെടാതെ അവൻ അവന്റെ ഇഷ്ടം അനുസരിച്ച് പോകുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് ദൈവാത്മാവ് ചെയ്യുന്നതല്ല. ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് വീണ്ടും ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ പിതാവായ ഒരു വ്യക്തിയെ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷ സമയമാകുമ്പോൾ അദ്ദേഹം നിങ്ങളെ വേർതിരിക്കും, നിങ്ങളെ അയക്കേണ്ടിടത്തേക്ക് അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശഖന റാഖാഥീന റലബ. ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ അങ്ങനെയായിരുന്നു. അവരെ എൻ്റെ ജേലക്കായി വേർതിരിപ്പി. അവരെ പ്രാർത്ഥിച്ചു വേർതിരിച്ചയച്ചു. ഹല്ലേലൂയ. പക്ഷെ അവർ അകലങ്ങളിലാണെങ്കിലും മറ്റൊരു സ്ഥലത്താണെങ്കിലും ഇതെല്ലാം ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മഹത്വം അപ്പസ്തോലന്മാരുടെ മേൽ വന്നിറങ്ങി, ആ അഭിഷേകം അവരുടെ മേലിറങ്ങി. ആ ഇറങ്ങിയ മഹത്വത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ആ ഭാഷയെ മഹത്വ ഭാഷ എന്ന് വിളിക്കുന്നു, ആത്മാവിൻ്റെ ഭാഷ എന്ന് വിളിക്കുന്നു. അത് നിന്റെ നാവിലൂടെ വെളിപ്പെടുകയാണ്, നിന്റെ നാവിലൂടെ അത് ഒഴുകുകയാണ്. ഹല്ലേലൂയ. ഓ മഹത്വ ഭാഷ വെളിപ്പെടട്ടെ.
ഗൂഗിൾ മീറ്റിലായിരിക്കുന്നവരെല്ലാം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുക. ആത്മാവ് നിങ്ങളുടെ നാവിൽ തരുന്നത് ഉച്ചരിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, മോശ കണ്ട മഹത്വം, മോശയിൽ വെളിപ്പെട്ട മഹത്വത്തെക്കാൾ ശ്രേഷ്ഠമേറിയ മഹത്വമാണ് നിന്റെ മേൽ വന്നിരിക്കുന്നത്. നിങ്ങൾ മോശയുടെ ഭാഗങ്ങളൊക്കെ വായിച്ച് പുളകം കൊള്ളാറില്ലേ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതുക്കും ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3:7 പിയോസിൽ നിന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 3:7. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം ദൈവം കൽപ്പലകയിൽ എഴുതി കൊടുത്തു, അല്ലെ? മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്, മഹത്വത്തിലാണ്, തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. ജനത്തിന് നോക്കാൻ കഴിയാത്ത വിധം മങ്ങിക്കൊണ്ടിരുന്ന തേജസ്, കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചതോ? 8-ാം വാക്യം. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. കയ്യടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഈ അറിവ്, ഈ ധാരണയും നമുക്കുണ്ടായിരിക്കണം. ഇത് നമ്മുടെ വേറ്റ തുരുത്തിയിലെ സൈമൻ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ വേറ്റ സാനിച്ചനല്ലേ? ഹല്ലേലൂയ. ആത്മാവിന്റെ ശുശ്രൂഷ മോശയുടെ ശുശ്രൂഷയേക്കാൾ ഉന്നതമാണ്. ഏലിയാവിന്റെ ശുശ്രൂഷയേക്കാൾ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ശുശ്രൂഷ തേജസ്സുള്ളതാകുവാൻ, നമ്മുടെ സൺഡേ മീറ്റിങ്ങുകൾ തേജസ്സുള്ളവരാകുവാൻ, നമ്മുടെ സെക്കൻഡ് ശനിയാഴ്ച മീറ്റിങ്ങുകൾ തേജസ് പ്രാപിക്കാൻ, മഹത്വം വെളിപ്പെടാൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. 9-ാം വാക്യം. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, പഴയ നിയമ ശുശ്രൂഷ പോലും തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ, തേജോമയമായിരുന്നെങ്കിൽ, നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. പുതിയ നിയമ ശുശ്രൂഷ, നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മഹത്വത്തിൻ ഭാഷയെ തള്ളിപ്പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹത്വത്തിൻ ഭാഷയെ വില കുറച്ച് കാണരുത്. ഇത് ദൈവത്തിന്റെ ഭാഷയാണ്, ഇത് സ്വർഗത്തിലെ ഭാഷയാണ്. ഹല്ലേലൂയ. ഇതിനെ ആദ്യ ഫല ഭാഷ എന്നും പറയും. പ്രൈസ് ദി ലോർഡ്. എല്ലാരും പറഞ്ഞ് എന്താ പറയുന്നത്? ആദ്യ ഫല ഭാഷ. ഹല്ലേലൂയ. കാനാനിൽ പ്രവേശിക്കും മുമ്പ് ഒറ്റുനോക്കുവാനായിട്ട് ചിലര് വിട്ടു. അവരവിടെ പോയിട്ട് അവിടുത്തെ ആദ്യ ഫലം കണ്ടിട്ട് അത് പറിച്ച് അവര് ഒരു വലിയ വടിയിൽ കെട്ടി തോളിൽ എടുത്തുകൊണ്ട് വന്നു. 2 പേര് കൂടി ചുമന്നാണ് ഒരു മുന്തിരിയുടെ ഫലം കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അതെന്തിനെ കാണിക്കുന്നതാ? അവർ കീഴടക്കാൻ പോകുന്ന ആ നാടിന്റെ സമൃദ്ധിയെയും അവിടുത്തെ സമ്പന്നതയും കാണിക്കുന്നതായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സകല അനുഗ്രഹങ്ങളുടെയും ആദ്യ ഫലമായിരുന്നു അന്യഭാഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, ആദ്യ ഫലഭാഷ. അപ്പോസ്തലന്മാരിലൂടെ ഈ ഭൂമിയിൽ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ, കൃപകളുടെ ആദ്യ ഫലമായിട്ടാണ് അന്യഭാഷ അവരുടെ മേലിറങ്ങി വന്നത്. അറിയുക, അന്യഭാഷ നിന്റെ സകല വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആദ്യ ഫലമാണ്. അതുകൊണ്ട് ആദ്യ ഫലത്തെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ആദ്യ ഫലത്തെ ഉപയോഗിക്കാൻ തുടങ്ങും. നിന്റെ സകല വിജയത്തിന്റെയും ആദ്യ ഫലമാണ് അന്യഭാഷ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.
നിന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ശക്തിയുടെ ശുശ്രൂഷകളുടെ ആദ്യ ഫലമാണ് അന്യഭാഷ. അതിനകത്താണ് നിന്റെ ശുശ്രൂഷകൾ കിടക്കുന്നത്, അതിനകത്താണ് നിന്റെ പ്രവർത്തികൾ കിടക്കുന്നത്. ഹല്ലേലൂയ. പിടുത്തം കിട്ടുന്നുണ്ടോ? ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. റഖനറലഭ രാധാരിഖേ നിഫേ റിഖ നിഷാറലഭ. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ആദ്യ ഫലഭാഷ. നിന്റെ വളർച്ചയുടെ, നിന്റെ പ്രാർത്ഥനയുടെ, നിന്റെ ആരാധനയുടെ ആദ്യ ഫലമാണത്, ആദ്യ ഫല ഭാഷയാണത്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഈ ആദ്യ ഫല ഭാഷയെ സഭയിലേക്ക് തുറന്നു വിട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇതിനെ ആത്മീയ ജീവന്റെ ഭാഷ എന്നും വിളിക്കാറുണ്ട്. ജീവനിലേക്ക് നമ്മളെ വളർത്തുന്ന ഭാഷയാണിത്. സ്വർഗീയ ജീവനിലേക്ക് നമ്മളെ നടത്തുന്ന ഭാഷയാണിത്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവന്റെ ഭാഷ, ആത്മീയ വളർച്ചയുടെ ഭാഷ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 2:4 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെല്ലാ സമയങ്ങളും, എല്ലാ ദിവസവും, എല്ലായ്പ്പോഴും അന്യഭാഷയിൽ സംസാരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കിട്ടിയ അന്യഭാഷ എത്ര പേര് തുടർമാനമായിട്ട് ഉപയോഗിച്ചു? തുടർമാനമായിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോസ്തലന്മാരുടെ വായിൽ നിന്ന് അന്യഭാഷ നിന്നുപോയിരുന്നില്ല. നിങ്ങളുടെയും വായിൽ അന്യഭാഷ നിന്നു പോകുന്നില്ല. ചിലര് പഠിപ്പിക്കുന്നൊരു പഠനമുണ്ട്, അന്യഭാഷ നിന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷ നിന്നുപോയോ? പോയോ? അല്ല, ഇല്ല. നമ്മുടെ ആത്മീയ ജീവനിലേക്ക് നമ്മളെ വളർത്തുന്ന ഭാഷയാണ് അത്. നിന്നു പോകുന്നില്ല. ഹല്ലേലൂയ. അന്യഭാഷയുടെ നദികൾ അനുസൂതം ഒഴുകിക്കൊണ്ടിരുന്നു. പത്രോസ് വചനം പറയാൻ തുടങ്ങിയപ്പോൾ അത് കേട്ടുകൊണ്ടുവരുന്നവരിൽ നിന്ന് ഈ ഭാഷ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് അന്യഭാഷ പുറത്തേക്ക് ഒഴുകുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 11:15. അപ്പോസ്തലപ്രവൃത്തി 11:15. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും, പത്രോസ് പറയാണ്, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പത്രോസിനെ ഞാൻ കാണുന്നത് നിരന്തര അന്യഭാഷയെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരാളായിട്ടാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവത്തിന്റെ ആലോചന അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേലുള്ള ദൈവനിയോഗമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ദൈവ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപേ ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കണം. Praise the Lord. And as I began to speak, the Holy Ghost fell on them as on us at the beginning. ആരംഭത്തിൽ ഞങ്ങളുടെ മേൽ വന്നതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതിന്റെ 16 വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 11:16. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. John baptized with water, but you shall be baptized with the Holy Ghost. Hallelujah.
പത്രോസ് അത് ഓർക്കുകയാണ്. ആത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുകയാണ് പത്രോസ് അവർക്ക്. പ്രൈസ് ലോർഡ്. അപ്പൊ അന്യഭാഷ എത്ര പ്രധാനപ്പെട്ടതാണ്. അന്യഭാഷയെ പ്രാർത്ഥിച്ചൊരുങ്ങി പത്രോസ് പോയി വാ തുറന്നപ്പോൾ അവരിൽ നിന്ന് ആത്മാവ് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പത്രോസിനെ പോലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ ഇവിടെ എഴുന്നേൽക്കട്ടെ. ആദ്യഫല ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങട്ടെ. മഹത്വത്തിൻ ഭാഷ ഉപയോഗിക്കുന്നവരാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ബഹുഭൂരിപക്ഷവും ആത്മാവിലായിരിക്കട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാകട്ടെ. ബുദ്ധി കൊണ്ടും ദൈവത്തെ ആരാധിക്കുന്നവരാകട്ടെ. ആത്മാവ് കൊണ്ട് ആരാധിച്ച ശേഷം ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെടുവേ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ശുശ്രൂഷ വേദിയിലേക്ക് കടന്നു വരുവേ. ഹല്ലേലൂയ. അവിടെ മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് കാണും. നിങ്ങളുടെ നാവിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഭൂതങ്ങൾ നിലവിളിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പൈശാചിക ശക്തികൾ അഴിയും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 19:6. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. പൗലോസ് എന്ത് ചെയ്തു? അവരുടെ മേൽ കൈവച്ചപ്പോൾ പോൾ ഹാഡ് ലേഡ് ഹിസ് ഹാൻഡ്സ് അപ്പോൺ ദം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പൗലോസ് കൈവച്ചപ്പോൾ അവരുടെ മേൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. പ്രൈസ് ലോർഡ്. അഭിഷേകം നിറഞ്ഞവർ, അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവർ കരങ്ങൾ വെക്കുമ്പോൾ എന്തുവരും? ആത്മാവ് വരും. ഹല്ലേലൂയ. ഒരിക്കൽ ആരുടെ ആയിരുന്നു? ഗീതയുടെ മേലായിരുന്നോ കൈവച്ചപ്പോൾ അന്യഭാഷ വന്നേ? അല്ലേ? അന്യഭാഷ വന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. The Holy Ghost came on them. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പിന്നെ എന്ത് ചെയ്തു? പ്രവചിക്കുകയും ചെയ്തു. And they speak with tongues and prophesy. ഹല്ലേലൂയ. അവർ അന്യഭാഷയിൽ സംസാരിച്ചു, അന്യഭാഷയിൽ പ്രവചിക്കാനും തുടങ്ങി. ഹല്ലേലൂയ. അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥന മാത്രമല്ല, പ്രവചനവും അന്യഭാഷയിലൂടെ ലഭിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷകളിൽ സംസാരിക്കുന്നു, പ്രവചിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നു, പ്രവചിക്കുന്നു. ഹല്ലേലൂയ. പ്രവചനം സഭയുടെ ആത്മീയ വർധനവിനാണ്. പ്രവചനം എന്തിനാണ്? സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, പോരായ്മകൾ പരിഹരിക്കുവാൻ, സഭയുടെ തെറ്റിതിരുത്തുവാൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ സ്വയം അന്യഭാഷയിൽ പ്രവചനമല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആത്മീയ വർധനവിനാണ്. പ്രൈസ് ലോർഡ്. മനസ്സിലായോ? അപ്പം അന്യഭാഷയെ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെന്തുണ്ടാകും? 1 കൊരിന്ത്യർ 14:4 വായിച്ചേ. 1 കൊരിന്ത്യർ 14:4. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. നിങ്ങൾക്ക് ആത്മീയ വർധന വരാൻ ആഗ്രഹമുണ്ടോ? ആത്മീയ വളർച്ച എന്ത് ചെയ്യുമ്പോഴുണ്ടാകുന്നതാ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. എന്നാൽ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവചനങ്ങൾ ചിലപ്പോൾ വരും. ഇതൊക്കെ നമ്മൾ അന്യഭാഷയിൽ പഠിക്കാനുള്ളതാണ്, വിവേചിക്കാനുള്ളതാണ് കേട്ടോ. നിങ്ങൾ സ്വയം അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആത്മീയമായി വളരും, ആത്മീയ വളർച്ചയുണ്ടാകും, സ്വർഗീയ ദാനങ്ങൾ സൂക്ഷിക്കുന്നവരാകും. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കമാൻഡിങ് പോലെ വരും, പ്രവചനങ്ങൾ വരും. ആ പ്രവചനം സഭയുടെ ഉന്നതിക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു പ്രവചനമുണ്ടായാൽ അവരത് പറയണം. പ്രൈസ് ലോർഡ്. ആദ്യം അവർ വിവേചിക്കണം, മറ്റുള്ളവരും വിവേചിക്കും പ്രവചനത്തെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു അന്യഭാഷയിൽ പ്രവചനമുണ്ടായാൽ ചിലപ്പോൾ അയാൾക്ക് വ്യാഖ്യാനം കിട്ടും, ചിലപ്പോൾ വേറൊരാൾക്കായിരിക്കും വ്യാഖ്യാനം കിട്ടുന്നത്. ഹല്ലേലൂയ. പക്ഷേ നിരന്തരം അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു. പ്രൈസ് ലോർഡ്.
ചുരുക്കത്തിൽ അന്നുണ്ടായിരുന്ന അന്യഭാഷ അപ്പസ്തോലന്മാരുടെ വളർച്ചയ്ക്ക് കാരണമായി, സഭയുടെ അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് അപ്പസ്തോലന്മാരുടെ സ്ഥാനത്ത് നിങ്ങളാണ്. പത്രോസ് തനിക്ക് തന്നെ ആത്മീയ അഭിവൃദ്ധി വരുത്തി. പൗലോസ് പറഞ്ഞ് ഏറ്റവും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, ആത്മീയ അഭിവൃദ്ധി വരുത്തി. അവരോടൊപ്പം സഭയും വളരുവാനിടയായി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ചില സ്വർഗീയ കാര്യങ്ങൾ തുറക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എണ്ണിയാൽ ഒടുങ്ങാത്ത ദർശനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹലോ, എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ അന്യഭാഷയിൽ നിരന്തരം പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ യാത്ര ചെയ്യുക, അന്യഭാഷയിൽ വാഹനത്തിൽ പോവുക, ഇന്റർവ്യൂ സമയത്തിൽ അന്യഭാഷയിൽ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഉള്ളിൽ ഇങ്ങനെ പറയുക, പതുക്കെ നമുക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് ടോയ്ലറ്റിൽ പോവുക, അന്യഭാഷയെ പറഞ്ഞുകൊണ്ട് ജിമ്മിൽ പോവുക. ഹല്ലേലൂയ. അല്ലേ? ഹല്ലേലൂയ പറഞ്ഞു. ജിസ അവിടെ ഇരുന്ന് ഞാൻ അന്യഭാഷയെ പറയുന്നത് കേൾക്കാറില്ലേ? ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? അന്യഭാഷ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അന്യഭാഷയാണ് ദർശനങ്ങളെ തുറക്കുന്നത്. വലിയ അത്ഭുതങ്ങളെ തുറക്കും അന്യഭാഷ. ലോകം തന്നെ അപ്പസ്തോലന്മാരുടെ അന്യഭാഷയുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കൂ. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ എത്ര പേർ മാനസാന്തരപ്പെട്ടു? 3000 പേർ. ആ പ്രസംഗത്തിന് മുമ്പ് പത്രോസ് എന്ത് ചെയ്യുകയായിരുന്നു? അന്യഭാഷയിൽ സംസാരിക്കുകയായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഓ, മണിക്കൂറുകൾ അവർ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ജനങ്ങൾ അവിടെ ഓടിക്കൂടിയത്. അതിനെല്ലാം ശേഷമാണ് പത്രോസ് എഴുന്നേറ്റ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ പ്രസംഗിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 2:14. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നത് ഓടിപ്പിടച്ച് ബെല്ലും ഓൺ ചെയ്ത് വെച്ചല്ലേ, 7 മണിക്ക് ബെല്ലും വെച്ച് ചാടി എഴുന്നേറ്റ് വേഗം പല്ലും തെച്ച് ചാടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. സുവിശേഷം കൊടുത്ത് നാണയില്ല നിനക്കൊക്കെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യക്തിപരമായി ദൈവത്തിന്റെ വചനം പറയാനാന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. ഒരു പ്രാർത്ഥനയില്ല, ഒരു കോപ്പുമില്ല, ചുമ്മാ വായി തോന്നിട്ട് വിളിച്ചു പറയുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥിച്ചൊരുങ്ങി അന്യഭാഷയെ പ്രാർത്ഥിച്ച് 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 ആ മഹത്വത്തോടുകൂടെ പോവുക. അപ്പോസ്തലപ്രവൃത്തി 2:14. അപ്പോൾ പത്രോസ് 11 പേരോടും കൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞു. 11 പേരോടും കൂടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. 120 പേര് അവിടെ ഉണ്ട്. പക്ഷെ ഒന്നാമത്തെ കാറ്റഗറി അപ്പസ്തോലന്മാരാണ്. എത്ര പേര് അപ്പസ്തോലന്മാര്? 12 പേര്. പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ അപ്പസ്തോലന്മാർ ഓരോരുത്തരായി എഴുന്നേക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിളി എന്താണോ അതിനകത്ത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ വിളി ലഭിച്ചവർ നിങ്ങളിലൂടെ എഴുന്നേൽക്കാൻ തുടങ്ങും. എഴുന്നേൽക്കാൻ തുടങ്ങും. അനേകരെ എഴുന്നേൽപ്പിക്കാനുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു ഇടയന്റെ വിളിയുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഇടയന്റെ വിളിയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇങ്ങർക്ക് ഇടയന്റെ വിളിയാ കിട്ടിയത്. ഇങ്ങേര് സാനിച്ചനാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങളധികം കണ്ടിട്ടില്ല, പക്ഷെ പിന്നാമ്പുറത്ത് ഇദ്ദേഹമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങേരുടെ ഇടയ ശുശ്രൂഷയിൽ എഴുന്നേൽക്കുമ്പോൾ പല ഇടങ്ങളിൽ ഇടയന്മാർ എഴുന്നേക്കാം. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു സുവിശേഷകൻ. ഹല്ലേലൂയ. എനിക്കറിയാൻ പാടില്ല സുവിശേഷകരൊക്കെ എത്ര ഒരുങ്ങുന്നുണ്ടെന്ന്. എബിന് സുവിശേഷകന്റെ ഡ്യൂട്ടിയാ. എബിൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവൻ എഴുന്നേൽക്കും, അല്ലെങ്കിൽ തട്ടിപ്പറിച്ച് ദൂരെ കളയും. അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എണീക്കും. വചനമായിട്ടിരുന്ന് എല്ലാ ദിവസവും വചനം പഠിക്കുന്നുണ്ടെങ്കിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവനൊരു സുവിശേഷകനായി എഴുന്നേറ്റ്
അവൻ പഠിച്ച സുവിശേഷം പങ്കുവെക്കാൻ തുടങ്ങുന്നെങ്കിൽ സുവിശേഷകന്മാർ അവനോടൊപ്പം എഴുന്നേൽക്കാൻ തുടങ്ങും. ഇതൊരു മർമ്മമാണ്. ഹല്ലേലൂയ. നിനക്കൊരു ടീച്ചർ വിളിയുണ്ടെങ്കിൽ നീ വചനങ്ങൾ അഭ്യസിക്കാൻ തുടങ്ങുമ്പോൾ ടീച്ചർമാർ നിന്നോടുകൂടി എഴുന്നേൽക്കാൻ തുടങ്ങും. നിനക്കൊരു ബിഷപ്പിന്റെ വിളിയാണെങ്കിൽ നിന്റെ ഉത്തരവാദിത്വം നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിഷപ്പുമാർ എഴുന്നേൽക്കാൻ തുടങ്ങും. പത്രോസ് എന്ന അപ്പസ്തോലൻ എഴുന്നേറ്റപ്പോൾ ഓരോ അപ്പസ്തോലന്മാർ എഴുന്നേൽക്കാൻ തുടങ്ങി. ഒരു നാട്ടിൽ, ഒരു ഭാരതത്തിൽ ഒരു അപ്പസ്തോലൻ ആത്മാവിൽ എഴുന്നേറ്റാൽ അനേകം അപ്പസ്തോലന്മാർ എഴുന്നേൽക്കും. ഒരു പ്രവാചക തന്റെ ഉത്തരവാദിത്വം, ഒരു പ്രവാചകൻ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ എഴുന്നേക്കാൻ തുടങ്ങിയാൽ പല ഒതുങ്ങിക്കൂടിയ പ്രവാചകന്മാരും എഴുന്നേൽക്കും. അതുകൊണ്ട് മറ്റൊരാൾ എഴുന്നേക്കാൻ നോക്കിയിരിക്കാതെ ഒന്നാമനായി എഴുന്നേൽപ്പീ. നിന്റെ ശുശ്രൂഷ തുടങ്ങുവീ, നിന്റെ ശുശ്രൂഷ ചെയ്യുവേ, നിന്നിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നവരിലേക്ക് പ്രവേശിക്കുവേ. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പസ്തോലർ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമാകും. ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ ആത്മാവിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ശ്രദ്ധയോടെ സ്വീകരിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2:37. അപ്പോസ്തലപ്രവൃത്തി 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് വചനം പ്രസംഗിപ്പാൻ ഒരു വ്യക്തി എഴുന്നേൽക്കുമ്പോൾ ഓരോ വാക്കും ഇരുതല വാൾ കണക്കെ ജനഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറും. യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് അത് തുളച്ചു കയറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരത് കേട്ടു ശ്രദ്ധയോടെ. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയത്തിലേക്ക് അത് കുത്തിക്കയറി. ഹല്ലേലൂയ. അവർ നിലവിളിച്ചുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അവരോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് അപ്പസ്തോലന്മാരുടെ വാക്ക് കൈക്കൊള്ളാൻ ചിലർക്ക് താല്പര്യമില്ല. ചിലര് അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷ കേൾക്കാൻ താല്പര്യമില്ലാതിരിക്കുകയാണ്. അവർ പറയുന്ന ഉപദേശങ്ങൾ ശ്രദ്ധ വെക്കാറില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസിന്റെ ഓരോ അത്ഭുതങ്ങളുടെയും പിന്നിൽ അദ്ദേഹം രഹസ്യത്തിൽ ദൈവത്തോട് സംസാരിച്ച അന്യഭാഷയുടെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ നോക്കൂ. ലോകരാജ്യങ്ങളെ കീഴ്മേൽ മറിച്ച പൗലോസും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരും അന്യഭാഷ ഉപയോഗിക്കുന്നവരായിരുന്നു നിരന്തരം. പൗലോസ് എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? 1 കൊരിന്ത്യർ 14:18. 1 കൊരിന്ത്യർ 14:18. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ഹലോ, എത്ര പേരത് കേൾക്കുന്നു അറിയുന്നോ? ബൈബിളിൽ 3 ഭാഗവും പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പൗലോസ് അപ്പസ്തോലനാണ്. പൗലോസ് ധൈര്യത്തോടെ പറയുകയാണ്, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താങ്ക് മൈ ഗോഡ്, ഐ സ്പീക്ക് വിത്ത് താങ്ക്സ് മോർ ദാൻ യു ഓൾ. ഹല്ലേലൂയ.
അധികം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ അധികമായി ഉപയോഗിക്കപ്പെടും. അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അധികമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾക്കാർക്കെങ്കിലും ഒരു പ്രവചനം എന്നെങ്കിലും അധികം ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ റെഡി റെഡി റെഡി, ഒരുക്കൊള്ളുക. അധികം അന്യഭാഷയിൽ തുടങ്ങിക്കൊള്ളുക. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? നിങ്ങളുടെ വിളി ഉന്നതമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങൂ. ഓ ഹലോ, ഓ എഴുന്നേൽക്കട്ടെ. പുതിയ നിയമത്തിലെ എല്ലാ എഴുത്തുകാരും ശുശ്രൂഷ ചെയ്യുന്നവരും അന്യഭാഷയിൽ സംസാരിക്കുന്നവരായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. പ്രൈസ് ലോർഡ്. മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാണ് ഇന്ന് അത്ഭുത ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കപ്പെടുന്നത്. നിങ്ങൾ ഓരോ സ്റ്റേജുകളിൽ കണ്ടിട്ടുണ്ടോ? അത്ഭുത ഹീലിംഗുകൾ, അത്ഭുത വിടുതലുകൾ. ഹല്ലേലൂയ. ഒരിക്കൽ പിശാചു ബാധിച്ച ഒരു വ്യക്തി, അവന്റെ കൈയും കാലും എല്ലാം കോടി, മുഖമെല്ലാം കോടി. അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ 3-4 പേര് കൂടി പൊക്കിപ്പിടിച്ചാ കൊണ്ടുവരുന്നത്. കാരണം കാല് നിലക്ക് ഉറയ്ക്കത്തില്ല. ഇങ്ങനെ കോടിയ രൂപമായി തലയും നേരെ നിൽക്കാതിരിക്കുമ്പോൾ ഒരു ഹിന്ദി ഭാഷയിൽ ശുശ്രൂഷ ചെയ്യുന്ന, ഇന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസൻ ആത്മാവിൽ ഒരൊറ്റ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മണിക്കൂർ ഏറെയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ആ വീഴുന്ന വീഴ്ചയിൽ തന്നെ ആത്മശക്തിയാൽ വീണപ്പോൾ തന്നെ അവന്റെ കോടിയ കൈകൾ നേരെയായി, കാലുകൾ നേരെയായി, അവന്റെ ഓടിപ്പോയ മോന്ത നേരെയായി. സംശയമുള്ളവരുണ്ടെങ്കിൽ പ്രൈസിനോട് ചോദിച്ചാൽ മതി, അതിന്റെ ലിങ്ക് ഇട്ട് തരും. ഒരു ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ അങ്ങോട്ട് പറഞ്ഞേ. ഹല്ലേലൂയ. മണിക്കൂറുകൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന അനേകം ദൈവദാസന്മാരെ എനിക്കറിയാം. അവരിന്ന് അവരുടെ ദേശങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പണ്ട് ചാലക്കുടിയിലായിരുന്നപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ കൂടിയൊക്കെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സാധാരണ, പ്രൈസ് ലോർഡ്, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ, അവനെ ഞാൻ കണ്ണൂർക്ക് പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ആ വീടിനെ സമീപിച്ചപ്പോൾ ആ വീടിനകത്ത് അന്യഭാഷയിലുള്ള ശബ്ദം കേൾക്കാം. പ്രൈസ് ലോർഡ്. ഇടയ്ക്കൊക്കെ ചില ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചില ശുശ്രൂഷയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലത് പോരാ, അവൻ കുറച്ചും കൂടെ വളരാനുണ്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ യാത്ര പറയാൻ വേണ്ടി ഞങ്ങൾ കണ്ണൂർക്ക് പോവുകയാണ്, ഫാമിലി ആയിട്ടെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു വീടിനുള്ളിൽ നിന്ന് അന്യഭാഷയുള്ള പ്രാർത്ഥന കേൾക്കാം. അവിടെ ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, കഴിഞ്ഞ 3-4 ആഴ്ച മുമ്പ് ഏതൊരു ശുശ്രൂഷ കൂടി അന്യഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ നിരന്തരം അന്യഭാഷയെ പ്രാർത്ഥിക്കുക ബ്രദറെ. തിന്നാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ദശാംശം മുഴുവൻ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി. അപ്പോൾ അദ്ദേഹം പറയുക, ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല, രാവിലെ ആൾക്കാർ വരും, വന്നു കഴിഞ്ഞാൽ ഭൂതങ്ങൾ അളകാൻ തുടങ്ങും, അലറി വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ പ്രവചനമാണ്, ഒരു ഭൂതാത്മാവ്, മരണത്തിൻ്റെ ഒരു ഭൂതാത്മാവ്, ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മരണത്തെ കൈകാര്യം ചെയ്യുന്നൊരു ഭൂതാത്മാവ് ഇറങ്ങി വരുന്നത് ഇപ്പൊ ഈ നാളുകളിൽ ഇവിടെ നടന്ന പ്രശ്നങ്ങളുടെ എല്ലാം മുമ്പ്, ട്രെയിനിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ്, ഒരുത്തനൊരു കുടുംബത്തിലുള്ള അനേകരെ തട്ടുന്നതിന് മുമ്പ് വന്ന പ്രവചനമാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വയനാട് മണ്ണിടിഞ്ഞ് വരുന്നതിന് മുമ്പ് ആ പ്രവചനമുണ്ടായിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. എറണാകുളത്ത് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വലിയ തീപിടുത്തമുണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രവചിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണുന്നത് തീയല്ല, പുകയാണ്. ടി വിയിൽ അത് കാണിക്കുന്നു, പുക പൊങ്ങി നിൽക്കുന്നു. എന്നാൽ വീഡിയോ ക്യാമറ ഫോക്കസ് ചെയ്ത് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പുകയുടെ അടിയിൽ തീ കാണാം. അത് അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ വന്നു. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരെ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് അത്ഭുത ശുശ്രൂഷകൾ ചെയ്യുന്ന തിരക്കിലാണ്. ഹല്ലേലൂയ. ജീസസ് നെയിം. അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുക. ചിലപ്പോൾ അത് ഷിന്നായിരിക്കും, അത് ഉപയോഗിച്ചോളുക. അത് കഴിഞ്ഞ് അടുത്തേക്ക് വരും, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അന്യഭാഷയിൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത്ഭുതങ്ങളുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. ഹല്ലേലൂയ. അത്ഭുത ലോകത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അന്യഭാഷ എന്ന് മറക്കരുത്. ഹല്ലേലൂയ. ആകസ്മികമായി പെന്തക്കോസ്ത് നാളിൽ വന്നതല്ല ഈ അന്യഭാഷ. ഇത് ലോക സ്ഥാപനത്തിന് മുൻപ് കരുതി വെച്ചതാണ്. ഹല്ലേലൂയ. യേശു ക്രൂശിൽ വില നൽകുന്നതിന് മുമ്പ് ആരും ഇത് സംസാരിച്ചിട്ടില്ല, ആർക്കും ഈ ദാനം ലഭിച്ചിരുന്നില്ല. അതാ യെശയ്യാ 28:11 നമ്മൾ കണ്ടത്. വിക്കി സംസാരിക്കുന്ന വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവുകൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കുമെന്ന് യെശയ്യാ 28:11 മുതൽ ഒരിക്കൽ കൂടി വായിക്കാം. യെശയ്യാ 28:11. വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവുകൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും. 12. അവിടുന്ന് ജനത്തോട് അരുൾ ചെയ്തിട്ടുണ്ട്, ഇതാണ് വിശ്രമം. ഇതാണ് വിശ്രമം. എത്രവർക്ക് പിടുത്തം കിട്ടി. അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ വിശ്രമം തുടങ്ങി. അധ്വാനം ആത്മാവേറ്റെടുത്തു. പിന്നെ നിന്റെ പ്രവൃത്തിയില്ല, നിന്റെ ആലോചനയില്ല, നിന്റെ ശ്രമമില്ല. ഇതാണ് വിശ്രമം, സ്വസ്ഥത. പ്രൈസ് ദി ലോർഡ്. ആ ബ്രദർ രാവിലെ തൊട്ട് ചുമ്മാ മുറി കയറിയിരിക്കുകയാണ്. അതേ പുള്ളി സ്വസ്ഥതയില്ല, വിശ്രമത്തില, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 12 വായിച്ചേ. അവിടുന്ന് ജനത്തോട് അരുളി ചെയ്തിട്ടുണ്ട്, ഇതാണ് വിശ്രമം. പരീക്ഷണർക്ക് വിശ്രമം നൽകുക. പരീക്ഷിക്കപ്പെടുന്നവർക്ക് നിങ്ങൾ വിശ്രമം കൊടുക്കുന്നവരാകും. നിങ്ങളെ പരീക്ഷിക്കാൻ വന്നാലും നിങ്ങൾക്ക് വിശ്രമമാണ്. പരീക്ഷിക്കപ്പെടുന്നവർക്കും നിങ്ങൾ വിശ്രമം കൊടുക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വായിക്കുക. ഇതാണ് വിശ്രമം, എന്നിട്ടും അവർ ശ്രവിച്ചില്ല. അയ്യോ, ഇതൊക്കെ കേട്ടിട്ടും അന്യഭാഷയെ കുറിച്ചുള്ള ആഴങ്ങൾ അവർ ഗ്രഹിച്ചില്ല. അവരത് ശ്രവിക്കാൻ കൂട്ടാക്കിയില്ല, അവരത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അടുത്തത്. അതിനാൽ കർത്താവിന്റെ വചനം അവർക്ക് നിയമത്തിൽ മേൽ നിയമമാണ്. അതിനാൽ അവർക്ക് കർത്താവിന്റെ വചനം അവർക്ക് ഭാരമായി അനുഭവപ്പെടാൻ തുടങ്ങി. നിയമത്തിന്മേൽ നിയമമാണ്, ചട്ടത്തിന്മേൽ ചട്ടമാണ്. നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്. അടുത്ത. ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. അപ്പൊ ഈ അന്യഭാഷ അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവർ ഇവിടെ അല്പം അവിടെ അല്പം, അല്ലെ? അവർക്ക് നിയമം വലിയ കഠിനമായി തോന്നുന്നു, അവർക്ക് വചനം അനുസരിക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നു. അവര് ഈ വിശ്രമത്തെ കണ്ടില്ല, ഈ സ്വസ്ഥതയെ കണ്ടില്ല. ഈ അന്യഭാഷയിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ തൻ്റെ ജോലി തീർന്നു, തന്നിൽ വന്നവനാണ് ജോലി ചെയ്യുന്നത്. അതവന് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാക്കാത്തവൻ അതിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്തിനാണ് സഭയിൽ അങ്ങനെ പറയുന്നത്? മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇല്ലാത്ത നിയമങ്ങളും പ്രബോധനങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി. അതുകൊണ്ട് എന്താ പറ്റിയത്? അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. ഹലോ, അന്യഭാഷയെ ധിക്കരിക്കുന്നവർ വലയിലകപ്പെടും. അന്യഭാഷയ്ക്കെതിരായി ബുക്കുകൾ ഇറക്കുന്നവർ, പ്രഭാഷണങ്ങൾ നടത്തുന്നവർ പുറകോട്ട് വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുന്ന് കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പ്രവാചകൻ പ്രവചിച്ച കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വിശ്രമവും സ്വസ്ഥതയും തരുന്നതാണ് അന്യഭാഷണത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്യഭാഷണത്തിൽ നിരന്തരം ഏർപ്പെടുന്നവരെ കുരുക്കാൻ പിശാചിന് സാധിക്കില്ല. അന്യഭാഷണത്തിൽ ഏർപ്പെടാതിരിക്കുന്നവർ കുരുക്കപ്പെടാം. അന്യഭാഷണത്തിൽ നിരന്തരം ഏർപ്പെടുന്നവരെ പാപത്തിൽ വീഴിക്കാൻ പിശാചിന് പറ്റില്ല.
അന്യഭാഷയിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നവർ പാപത്തിൽ വീണു പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ 28:13 നമ്മൾ ഏശയ്യ 28:13 കണ്ടത്. അവർ പുറകോട്ട് മറിഞ്ഞു വീണ് അവർ വീണുപോകും, അവർ തകർന്നു പോകും, അവർ വലയിൽ അകപ്പെടും, പരീക്ഷകളിൽ അകപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. 28:11-12 ഏശയ്യ 28:11-12 മിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും. അന്യഭാഷക്കാരുടെ നാവിലൂടെ ദൈവം സംസാരിക്കും. പക്ഷെ അതിനെ ശ്രവിക്കാതിരുന്നാൽ വീഴും, കുടുങ്ങും. ഹല്ലേലൂയ. യേശു എന്താ പറഞ്ഞേ? മർക്കോസിന്റെ സുവിശേഷം 16:14 മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ സംസാരിക്കും. അവരെങ്ങനെ സംസാരിക്കും? പുതുഭാഷകളിൽ. In my name they will cast out devils, demons, they will speak with new tongues. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ഇത് യേശു പറഞ്ഞതാ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോടുള്ള സംസാരമാണ് അന്യഭാഷ, ദൂതന്മാരോടുള്ള സംസാരമാണ് അന്യഭാഷ, മനുഷ്യരോടുള്ള സംസാരവുമാണ് അന്യഭാഷ. ഹല്ലേലൂയ. ദൈവത്തോടും ദൂതന്മാരോടും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. ഹലോ, ദൈവത്തോടും ദൂതന്മാരോടും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. അഥവാ എല്ലായ്പ്പോഴും സംസാരിക്കണം, പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 14:2 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ഇത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ദൂതന്മാരോടും ദൈവത്തോട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. പക്ഷെ മനുഷ്യരോട് സംസാരിക്കുന്ന അന്യഭാഷയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. പത്രോസ് സംസാരിച്ചത് ആരോടായിരുന്നു? അവർ പല ഭാഷയിൽ സംസാരിച്ചു കേട്ടോ. അവർ ദൈവത്തോട് സംസാരിച്ചു, ദൂതന്മാരോട് സംസാരിച്ചു അന്യഭാഷയിൽ, അവിടെ കൂടിയ മനുഷ്യരോട് സംസാരിച്ചു അന്യഭാഷയിൽ. ഇവിടെ പറയാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ബാക്കി ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ദൈവത്തോട് സംസാരിക്കുന്ന ആരെങ്കിലും തിരിച്ചറിയോ? ഇല്ല. ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തത് എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്താ സംസാരിക്കുന്നത്? മർമ്മങ്ങളെ. എന്താണ്? സീക്രട്ടുകൾ സംസാരിക്കുന്നു. ദൈവത്തോട് സീക്രട്ട് സംസാരിക്കുകയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വരങ്ങളിൽ ഏറ്റവും ഉന്നതമായ വരമാണ് അന്യഭാഷ എന്ന് പറയാൻ കാരണം. ദൈവവുമായി രഹസ്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന് എന്ത് രഹസ്യങ്ങൾ കൊടുക്കാനാ? നിങ്ങളിൽ ഇരിക്കുന്ന ആത്മാവ്, നിങ്ങളിൽ ആത്മാവ് ഇരിക്കാൻ നിങ്ങൾ അനുവദിച്ചതുകൊണ്ട് നിങ്ങൾ ശ്രേഷ്ഠന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിസ്സാരക്കാരല്ല. ഹല്ലേലൂയ. കാരണം മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവര് എന്ത് ചെയ്യുന്നു? അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹി സ്പീക്കത്ത് മിസ്റ്ററീസ്. ദൈവത്തോട് സംസാരിക്കുന്നതിന് ആത്മീയമായ സ്വർഗീയ രഹസ്യങ്ങളെ ഡിസ്കസ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14:14 വായിച്ചേ. 1 കൊരിന്ത്യർ 14:14 ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും എൻ്റെ ആത്മാവ് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. ഹലോ, നിങ്ങളുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷ. ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് പിടുത്തം കിട്ടുന്നുണ്ട്? ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയോ? ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതാ? നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുമ്പോ കൈയടിക്കുന്നത് ഏതാ? നിങ്ങളുടെ കൈകൾ കൊണ്ടാണ്. ഈ മൂന്നും വെളിപ്പെടണ്ടേ? ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും മാത്രം ദൈവത്തെ ആരാധിച്ചാൽ മതിയോ? ആത്മാവ് കൊണ്ട് ആരാധിക്കണ്ടേ? ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണ്ടേ? ഹല്ലേലൂയ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. എന്റെ ബുദ്ധി അഫലമായിരിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലാണ് പ്രാർത്ഥന വീഴുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്.
അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതുമായിട്ട് പങ്കില്ല. പിടുത്തം കിട്ടുന്നുണ്ടോ? അന്യഭാഷയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് പങ്കില്ല. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയിൽ അന്യഭാഷ കാണാപ്പാഠം പഠിച്ചിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കുകയോ പറയുകയോ ചെയ്യേണ്ട കാര്യം ഇല്ല. ഹല്ലേലൂയ. ആത്മാവിന് മാത്രമേ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പങ്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാൻ നോക്കരുത്. വലിയ ഗുണമില്ല, രസമില്ല, ചൂളംവിളി പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ പോലും നമ്മൾ എന്ത് ചെയ്തു, നിയന്ത്രിക്കാൻ നിൽക്കരുത്. ഈ ഒച്ചപ്പാടുണ്ടാക്കരുത്. ഇതെന്തെന്നാ ഇത് ചൂളം വിളിക്കുന്ന മിണ്ടാണ്ടിരുന്നട്ടെ. ഇത് ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയരുത്, അല്ലേ? ഹല്ലേലൂയ. ആത്മാവ് കൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ബുദ്ധി കൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആത്മീയമായി വളരാൻ തുടങ്ങുമ്പോൾ, ഇല്ല അന്യഭാഷയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് തന്നെയായിരിക്കും നമ്മൾ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുക. കൈയടിച്ച് കത്താൻ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടുന്ന് കിട്ടിയോ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങും, ഇല്ലെങ്കിൽ നമ്മൾ അത് പറയാൻ തുടങ്ങും ബുദ്ധി കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട് നീ പ്രാർത്ഥിക്കുന്നത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ നിൽക്കരുത്. ആത്മാവ് പ്രാർത്ഥിക്കുന്നതാണ് നീ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. 14:15 വായിച്ചേ. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. പൗലോസ് പറയാണ്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. തീർന്നില്ല. ആത്മാവ് കൊണ്ട് പാടും, ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഹല്ലേലൂയ. ശഖരി ഗാലി ഘര ഗലറ ലഘ ബദറ ലറ ലബറ ശനറ ലഗതി നറ ലബ. പ്രാർത്ഥിച്ചോടേക്കോ, പ്രാർത്ഥിച്ചോടേക്കോ. പാടാൻ തോന്നുന്നവര് പാടിക്കോ. ലേഖേ റേപേ നിഘാ റെപ്പേ ദീഖേ നിഘാറാ റഫ. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഹല്ലേലൂയ. റഖാനി ചറലബ ലെഫേനി ഗരിഖേനി ചറലബ റലബ റിഖേ ദിഗനി ചറല ഖാതിന റലബ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അന്ന് കാത്തലിക്കിന്റെ ഒരു ധ്യാനത്തിന് വേണ്ടി ഞാനും ഒരു പാട്ടുകാരനും കൂടി ഒരു ധ്യാനിപ്പിക്കാൻ ഒരു സ്ഥലത്ത് പോയി. പകൽ സമയത്ത് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി ഞാൻ അന്യഭാഷയിൽ പാടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അന്ന് ദേവാലയത്തിലെ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന മുറിയിലിരുന്നു കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വൈകുന്നേരത്തെ ശുശ്രൂഷയ്ക്ക് ആത്മാവിൽ നിറഞ്ഞ് ഞാൻ പാടാൻ തുടങ്ങി. ഇങ്ങനെ പാടി 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 ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും മലയാളത്തിൽ അത് പാടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ഇത് പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി നോട്ട് ബുക്ക് എടുത്തിട്ട് അത് നോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ വീണ്ടും പാടാൻ തുടങ്ങി. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിൽ കിട്ടിയ പാട്ടുകൾ ഗാനാരൂപത്തിൽ അന്ന് എനിക്ക് കിട്ടിയ അന്ന് ഒരു സ്ഥലത്തുനിന്ന് തുറക്കപ്പെട്ട സമ്പത്ത് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതൊക്കെ അദ്ദേഹം ആ പ്രൊഡ്യൂസിനെ അടിച്ചു മാറ്റി, ആ കാസറ്റ് മുഴുവൻ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റി. അദ്ദേഹം ലക്ഷങ്ങൾ ഇന്നും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈയിടയ്ക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഞാനാണ് ആ പ്രൊഡ്യൂസറിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ലോകപ്രകാരം നിയമപ്രകാരം ഒരു വക്കീൽ നോട്ടീസ് വേണേ അയക്കിയാൽ അദ്ദേഹം ഇതുവരെ സെയിൽ ചെയ്തതിൻ്റെ വരുമാനം മുഴുവൻ എൻ്റെ കയ്യിൽ കിട്ടും.
പക്ഷേ ഞാനത് നിരുപാധികം ക്ഷമിച്ചു വിട്ടുകൊടുത്തിരിക്കുന്നു. കർത്താവിനൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആത്മാവോട് നമുക്ക് പാടാൻ പറ്റും. കഴിഞ്ഞ ഞായറാഴ്ച ശുശ്രൂഷയിലല്ലേ ബ്രസി പറഞ്ഞു ഇങ്ങനെ ആത്മാവിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതാണ് ആത്മാവ് നമുക്ക് തരുന്നത്. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ് സഭയിൽ അന്യഭാഷയുടെ ഉപയോഗം എങ്ങനെയായിരിക്കണം. 1 കൊരിന്ത്യർ 14-6 തിരുവചനം. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? അതെന്താ പറയുന്നത് വെച്ചാൽ, സഭയായിട്ട് അവർ ഒന്നിച്ചു കൂടുമ്പോൾ അന്നുണ്ടായിരുന്നവര് നമ്മളിൽ പല സഭകളെ പോലെ അല്ല. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് വരുന്നവർക്ക് പലർക്കും ഒരു വെളിപ്പാട് നൽകാനുണ്ട്, ഒരു സങ്കീർത്തനം നൽകാനുണ്ട്, ഒരു പ്രവചനം നൽകാനുണ്ട്, ഒരു ഉപദേശം നൽകാനുണ്ട്. ഉപദേശം ഏതാ? ക്രിസ്തുവിന്റെ ഉപദേശമാണ് വചനം, കേട്ടോ. അവരെങ്ങനെയാ തരുന്നത്? അവരുടെ ഊഴമാകുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് അത് പ്രഖ്യാപിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതൊന്നുമില്ലാതെ ഒരാൾ അയാളുടെ ഊഴം വന്നു, അയാൾ എഴുന്നേറ്റ് കുറച്ചു നേരം അന്യഭാഷയിൽ ഇങ്ങനെ പറഞ്ഞേച്ചിരുന്നു. കേട്ടവർക്ക് വല്ലതും മനസ്സിലായോ? അതാ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ നിങ്ങളോട് അന്യഭാഷയിൽ ഉപദേശം തരാതെ അന്യഭാഷ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സഭയിൽ പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചു കൂടുമ്പോൾ അല്ലേ, നമ്മൾ ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കേട്ടോ. അന്യഭാഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കാം, ദൂതന്മാരോട് സംസാരിക്കാം, ഇതൊക്കെ ചെയ്യാം. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ വചനം പറയാൻ, ഉപദേശം പറയാൻ എഴുന്നേറ്റ് കഴിയുമ്പം നിങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ശാന്തമായിരിക്കും. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഉപദേശം ദൈവത്തിന്റെ ആത്മാവ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. നിങ്ങൾക്കൊരു പ്രവചനം തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എഴുന്നേറ്റ സഭയോടുള്ള ദൂത് അറിയിക്കാം. പ്രൈസ് ലോർഡ്. ആ പ്രവചനം പറയാം. ഹല്ലേലൂയ. എന്നാൽ അന്യഭാഷയിൽ എന്തെങ്കിലും പ്രവചനം ഉണ്ടെങ്കിൽ അതിന് വ്യാഖ്യാനം ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഉപദേശിക്കാൻ പോലെ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് റെപ്പെനിക്കോറോ ദേഖേ നിക്കറാല ഷഫാതി റെപ്പെനിക്കോറോ ലോഹോദി ന റെപ്പെനിയ റെഖേ നിഷാ റെക്കദി ഹന്ദി രഖോ ലോറോ നകേറബ റെപ്പെനിക്കലറ ഹാദ റഖാ നിഷറലബ. നിങ്ങൾ ആരും കൈയടിച്ചോ? ഇല്ല, ഞാൻ തന്നെ കൈയടിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്താ? നിങ്ങൾക്കൊന്നും മനസ്സിലായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഉപദേശമോ പ്രവചനമോ വെളിപ്പാടോ സഭയിൽ നൽകുന്നതിന് പകരം അന്യഭാഷകളെ മാത്രം പഠിപ്പിച്ചാൽ ഇല്ല സംസാരിച്ചുകൊണ്ടിരുന്നാൽ, വ്യാഖ്യാനമില്ലാതെ അന്യഭാഷയിൽ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നാണ് ഈ ചോദിച്ചത്. 1 കൊരിന്ത്യർ 14:13 വായിച്ചേ. 1 കൊരിന്ത്യർ 14:13. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അതുകൊണ്ട് അന്യഭാഷയിൽ പ്രവചിക്കുന്നവൻ, സംസാരിക്കുന്നവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അതിന്റെ അർത്ഥം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തോട്. എനിക്ക് വ്യാഖ്യാനവരം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വ്യാഖ്യാനം ഇല്ലാതെ തന്നെ ഭാഷ അവർക്ക് മനസ്സിലായി. കാരണം അവർക്കറിയാവുന്ന ഭാഷയാണ് അവർ സംസാരിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റിയത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 കൊരിന്ത്യർ 14:21. ഹല്ലേലൂയ. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവർ എന്റെ വാക്കു കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് ഈ കാര്യം. പ്രൈസ് ലോർഡ്. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ നാവിലൂടെ ഒരുപാട് അന്യന്മാർ വചനം കേൾക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങുക, നിർത്താതെ സംസാരിക്കുക. ഹല്ലേലൂയ. In the law it is written, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്തൊക്കെയാ പറഞ്ഞത്? അന്യഭാഷകളിലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എൻ്റെ വാക്കു കേൾക്കുകയില്ല അപ്പൊ എന്ന് സംസാരിക്കുമെന്ന് ദൈവത്തിന് അറിയാം, പക്ഷെ പലരും അത് ഗ്രഹിക്കില്ല എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. അന്യഭാഷ കേൾക്കുമ്പോൾ അവർ പരിഹസിക്കുന്നു, അന്യഭാഷയ്ക്ക് എതിരായിട്ട് പുസ്തകം എഴുതുന്നു. ചില ഗ്രൂപ്പ് സഭകൾ തന്നെ പറയുന്നു അന്യഭാഷയെ നിന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അവരുടെ തലവൻ, ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയ തലവന് അന്യഭാഷ കിട്ടാതെ പോയി, അതിന്റെ വ്യാഖ്യാനവും കിട്ടാതെ പോയി. അതുകൊണ്ട് പുള്ളി പറഞ്ഞ അതില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, വ്യാഖ്യാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. സഭയിൽ വ്യാഖ്യാനിക്കുന്നവർ എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപക്ഷെ ചിലർക്ക് അന്യഭാഷയും വ്യാഖ്യാനവും ഒരുമിച്ച് കിട്ടണമെന്നില്ല. അവരന്യഭാഷയിലായിരിക്കും ചിലപ്പോൾ ഒരു പ്രവചനം പറയുന്നത്, അപ്പം മറ്റൊരാൾക്ക് അതിൻ്റെ വ്യാഖ്യാനം ദൈവം കൊടുക്കും, അതല്ലെങ്കിൽ അവർക്ക് തന്നെ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. വ്യാഖ്യാനി ഇല്ലെങ്കിലോ? അതാണ് പറഞ്ഞത്. 1 കൊരിന്ത്യർ 14:28 വായിച്ചേ. ഇതിനെ എടുത്തിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെതിരെ പലരും സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 14:28. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ. ഹലോ, കേട്ടോ. വ്യാഖ്യാനി ഇല്ലെങ്കിൽ ഏതിനാ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ദൈവമായിട്ടാ പ്രാർത്ഥിക്കുന്നത്, അതിന് വ്യാഖ്യാനം വേണ്ട. മനസ്സിലായോ? ദൂതന്മാരോട് പ്രാർത്ഥിക്കുന്നു, ദൂതന്മാരുമായിട്ടാ പ്രാർത്ഥിക്കുന്ന, വ്യാഖ്യാനം വേണ്ട. എന്നാൽ മനുഷ്യരോട് അന്യഭാഷയിൽ ഒരു പ്രവചനം നൽകുമ്പോൾ അതിന് വ്യാഖ്യാനം വരുന്നില്ല എങ്കിൽ, വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ. കീപ് സൈലൻസ് ഇൻ ദ ചർച്ച്. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് നിന്ന് പറയരുത് എന്നാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? സഭയിൽ മിണ്ടാതെ. അടുത്ത വായിച്ചേ. തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. മനസ്സിലായവർ കൈയടിച്ചു കത്താനും നന്ദി പറഞ്ഞു. അപ്പൊ അന്യഭാഷയെ സംസാരിക്കരുതെന്നാണോ പറഞ്ഞേ? ആണോ? അല്ല. വ്യാഖ്യാനി ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയാതെ നീ നിർത്തരുത്. ഇരുന്നിട്ട് തന്നോട് തന്നെ ദൈവത്തോട് വ്യാഖ്യാനം തരണമേ. പിടുത്തം കിട്ടിയോ? ഇന്ന് അനേകം ശുശ്രൂഷകരും ഉപദേശകരും ഈ കാര്യത്തിൽ പെട്ടുപോയി കിടക്കുകയാണ്. അവര് പഠിപ്പിക്കുന്നത് സഭയിൽ അന്യഭാഷ ഉപയോഗിക്കരുത്. നിങ്ങൾ വ്യക്തിപരമായി കുടുംബത്തിൽ മാത്രം, അങ്ങനെ പറയുന്നവരുണ്ട്, വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ മാത്രം ഉപയോഗിക്കുക. നോ, എവിടെ കൂടിയാലും അന്യഭാഷയിൽ ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. സഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രബോധിപ്പിക്കുന്ന സമയത്ത് അന്യഭാഷയ്ക്ക് വ്യാഖ്യാനമില്ലെങ്കിൽ വചനം പറഞ്ഞത്, ഇരിക്കുക, നീ നിന്നോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുക. Speak to himself and to God. Hallelujah. അപ്പോൾ വ്യാഖ്യാനം ഇല്ലെങ്കിൽ സഭയിൽ അന്യഭാഷയിൽ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്യഭാഷയിൽ സംസാരിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്നല്ല. വ്യാഖ്യാനമില്ലാതെ അന്യഭാഷയിൽ പ്രബോധിപ്പിക്കരുത് എന്നാണ്. തിരിച്ചറിയാതെ പോകുമ്പോൾ ബുദ്ധിമുട്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നെ തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, അന്യഭാഷയെക്കുറിച്ച് എതിരായിട്ട് അദ്ദേഹത്തോട് ആരോ അവിടുത്തെ കൂട്ടായ്മയിൽ സംസാരിച്ചു, അന്യഭാഷയെ സഭയെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. ബ്രദറെ, എന്താണ് അതിൻ്റെ ഉത്തരം? എനിക്കൊരു വ്യക്തത തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു വരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നു, ഇതിൻ്റെ കൂടെ ഒരു വചനം കൂടെ തന്നു. അത് രണ്ടും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. ഒന്നാമത് കൊടുത്ത വചനം 1 കൊരിന്ത്യർ 14:28. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ദൈവത്തോട് സംസാരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും. ഞാൻ അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ചു കൊടുത്തു. സഭയിൽ അത് പഠിപ്പിക്കണ്ട, പക്ഷെ താനെ അത് പറയണം, ദൈവത്തോടും പറയണം. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ 1 കൊരിന്ത്യർ 14:39 വചനവും കൊടുത്തു. വായിക്കാം. 1 കൊരിന്ത്യർ 14:39. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിപ്പിൻ. പ്രവചന വരം വാഞ്ചിപ്പിൻ. പ്രവചനത്തിനു വേണ്ടി വാഞ്ചിപ്പിൻ, ആഗ്രഹിപ്പിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നത്
വിലക്കുകയുമരുത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയുമരുത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അന്യഭാഷ വിലക്കരുത്. അന്യഭാഷ വിലക്കുന്നവരുടെ ഉപദേശം കേൾക്കരുത്. ഹല്ലേലൂയ. അന്യഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നവരോട് ചേരുവീ. ഹല്ലേലൂയ. പ്രവചനത്തിനു വേണ്ടി വാഞ്ചിപ്പീൻ, പ്രവചനത്തിനു വേണ്ടി ആഗ്രഹിപ്പീൻ, അന്യഭാഷയിൽ പ്രവചിച്ചു തുടങ്ങുവേൻ. സഭയോട് ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു, അന്യഭാഷയിൽ പ്രവചിച്ചു തുടങ്ങുക, അന്യഭാഷയിൽ പ്രവചിച്ചു തുടങ്ങുക, അന്യഭാഷയുടെ വ്യാഖ്യാനം കൊടുക്കുക. പ്രാർത്ഥിച്ചോടേക്കോ, പ്രാർത്ഥിച്ചോടേക്കോ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഈ കൃപകളെല്ലാം നിങ്ങളിൽ ഒഴുകട്ടെ. അന്യഭാഷയിൽ പ്രവചിച്ചു തുടങ്ങുക, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുക, ദൂതന്മാരോട് സംസാരിക്കുക. വാ വിട്ടുകൊടുക്കുക, നാവിനെ വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. എല്ലാം മറന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പേൻ. ബാക്കിയെല്ലാം മറക്ക്. വിട്ടുകളാ, പ്രാർത്ഥിക്ക്. പ്രവചനങ്ങൾ ഉണ്ടാകട്ടെ, വ്യാഖ്യാനങ്ങൾ ഉണ്ടാകട്ടെ, വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. അപ്പസ്തോലന്മാർ എഴുന്നേൽക്കട്ടെ, സുവിശേഷകർ എഴുന്നേൽക്കട്ടെ, പ്രവാചകർ എഴുന്നേൽക്കട്ടെ.